ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഹാപ്പി ഓണം. എൻ്റെ ഈ അറ്റയറും ഈ ഹെയർ സ്റ്റൈലും ഇതൊക്കെ കാണുന്നത് നിങ്ങൾക്കറിയാം, ഇത് ഓണം ബ്ലോഗാണ്. ഞങ്ങളുടെ ഓണം എന്തായാലും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല വീട്ടിൽ. കാരണം എൻ്റെ അമ്മൂമ്മ മരിച്ചിട്ട് കുറച്ച് 2-3 മാസം ആയതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല വീട്ടിൽ. 4 months ആയി. സോറി, 2-3 മാസം 4 months ആയി. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഏട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോവാണ്, ഒളവിലത്ത്. അവിടെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒന്നുമില്ല, സദ്യ കഴിക്കുന്നു, പിന്നെ എല്ലാവരുമായിട്ടൊന്ന് ഓണത്തിന് സംസാരിക്കും. ബിരിയാണിയാണ് ഞങ്ങൾ ഇവിടെ നാട്ടിൽ എന്നൊക്കെ പറയുന്നത്. സദ്യ എന്നൊക്കെ പറയുന്നത് എപ്പോഴും നോൺ വെജ് അടിക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് ഓണത്തിനാണെങ്കിലും ഞങ്ങൾ ചിലപ്പോൾ ബിരിയാണിയൊക്കെ ആയിരിക്കും വെക്കുക. ഇന്നലെ ഞങ്ങൾ സദ്യ കഴിച്ചു. അപ്പം അങ്ങനെ ഇതാണ് എൻ്റെ ഓണം അറ്റയർ. പിന്നെ ഇത് നന്ദ ഏട്ടൻ. ഇനി നമുക്ക് ഒളവിലത്താണ് നായിക ഉള്ളത്, നമ്മുടെ ആമിക്കുട്ടി. അതിനെ കാണണം. ദിയയും എല്ലാവരും അവിടെ ഉണ്ട്. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓണം ഇന്ന് തീരും. ഊഞ്ഞാൽ ഇതുവരെ കിട്ടി കഴിഞ്ഞില്ല. ഇത് അച്ചു, ഇത് വാസു, ഇത് കുഞ്ഞൂട്ടൻ. ഓക്കെ ഓക്കെ. ഇത് എബിയേട്ടൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ തറവാടാണ്. ഈ പ്രാവശ്യത്തെ നമ്മുടെ ഓണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഫുഡൊക്കെ കഴിക്കുന്നു, എല്ലാവരും കൂടെ കുറേ ഊഞ്ഞാലൊക്കെ ആടുന്നു, ഫോട്ടോസ് എടുക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഈ ഓൾറെഡി ആടാൻ സെറ്റായിരുന്നു തുടങ്ങി. സൂപ്പർ നോക്കി. ഓണത്തിന് അങ്ങനെ നമ്മളിതാ ഊഞ്ഞാലൊക്കെ ആടി. ഇനി നമ്മൾ സദ്യ കഴിക്കണം. അതൊക്കെയാണ് ഇനി അടുത്ത മെയിൻ സംഭവം. നിന്റെ തലയിൽ എന്താ സേറ? അതെന്തിനല്ല ചിന്ന? അതില്ല, പുറത്തെന്തിനാ കൊണ്ടുവന്നത്? അങ്ങനെ ആമി മോളുടെ ഡാൻസും സദ്യയും ഒക്കെ കഴിഞ്ഞു. എല്ലാവരും സൈഡായി. മിക്കവാറും ഞാൻ എൻ്റെ ഈ വ്ളോഗ് ഇപ്പം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടെ സാധനങ്ങൾ കവർ ചെയ്തിട്ട് ഞാനിത് അവസാനിപ്പിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അതാ ഞങ്ങളുടെ ഗെയിം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ കസേരക്കളിയിൽ അങ്ങോട്ട് തുടങ്ങി. നല്ല രസമായിരുന്നു. എന്തായാലും ഏട്ടനും ഏച്ചിയും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു കസേരക്കളി കളിക്കുമ്പം. പിന്നെ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു. പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെറുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് റെക്കോർഡ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കസേരക്കളിയിൽ ആര് ജയിച്ചെന്ന് അറിയണമെങ്കിൽ നിങ്ങളിതിൻ്റെ അവസാനം വരെ കണ്ടു നോക്കൂ. ഇപ്പം അറിയാൻ പറ്റും ആര് ജയിച്ചെന്ന്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ കസേരക്കളി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 പേര് ആയിരിക്കുന്നു.
ഇപ്പോൾ അറിയാൻ പറ്റും ഈ കസരക്കളിയിൽ ആര് വിൻ ചെയ്തു എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഓണം സെലിബ്രേഷൻ ഇവിടെ കഴിഞ്ഞു. ഞങ്ങള് എന്തൊക്കെ കളിച്ചോ സാറ? ഞങ്ങള് ലെമൺ സ്പൂൺ കളിച്ചു, അതില് ഞാൻ വിൻ ചെയ്തു. പിന്നെ കസരക്കളി കളിച്ചു, അതിലും ഞാൻ വിൻ ചെയ്തു. പിന്നെ എനിക്ക് കുത്തിരി അല്ലാത്തത് കൊണ്ട് അല്ല, ലെമൺ സ്പൂണിൽ ഞാൻ കളിച്ചതിൽ ഞാനാ വിൻ ചെയ്തത്. സേറ ഔട്ടാകുമ്പോ സേറ പറയാ അവരെടുത്ത് ഒന്നുകൂടെ കളിക്കാം. ഇതാണ് അവസ്ഥ. എന്നിട്ട് ഞാൻ കസരക്കളിക്ക് ജയിച്ചു. എന്നിട്ട് അമ്മമ്മയുടെ അടുത്ത് പോയിട്ട് പറയാ, സേറ അമ്മ ഞാനാണ് കസരക്കളി ജയിച്ചത്, അവളാ ജയിച്ചത്. അപ്പൊ അമ്മ പോയി ദിലു അല്ലേ ജയിച്ചത്. ഫസ്റ്റ് ഔട്ടായി പോയതിന്റെ കുട്ടിനെ വിചാരം ഫസ്റ്റ് ജയിച്ചു. അപ്പൊ നമ്മുടെ വീട്ടിലെ ഓണം സെലിബ്രേഷൻ അങ്ങനെ ഇവിടെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ പോവാണ്. അപ്പം എന്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ വൺസ് അഗൈൻ ഹാപ്പി ഓണം. ഒരു ജീവനില്ല. ബൈ. ചിന്നിന് പറയണ്ട ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ബൈ.